നമുക്കൊക്കെ എന്ത് ഗ്യാരണ്ടി ഉണ്ട് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുമെന്നുള്ളതില്? ഇന്ന് ഡേ 11, മാന്ത്രിക പ്രഭാതം. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, ഇന്ന് ആരെ കണി കാണുന്നോ എന്തോ, ആ ദിവസം മുഴുവൻ പോയി. ചില ആളുകളെ കണി കണ്ടാല് ഓ ഇന്ന് നല്ലതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മിക്ക ദിവസങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ടല്ലേ. ആരംഭമേ പോയാൽ പോയി എന്ന് പറയുന്നവരും ഉണ്ട്. ചില ദിവസങ്ങളിലൊക്കെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലും തട്ടോ മുട്ടോ ഒക്കെ ചെയ്തു കഴിഞ്ഞാല് ഓ ഇന്നത്തെ ദിവസം ആരെയാണോ കണി കണ്ടേ എന്നും പറയുന്നവരുണ്ട്. പലർക്കും അറിയാം രാവിലെ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ എന്ത് പ്രവർത്തിക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ആ ഹോൾ ഡേ പോകുന്നത് എന്നുള്ളത്. അങ്ങനെ വിശ്വസിക്കുന്നവരും ഉണ്ട്, വിശ്വസിക്കാത്തവരും ഉണ്ട്. പക്ഷെ ഭൂരിഭാഗം പേരും ഇതിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. നമ്മൾ ആരെ കണി കണ്ടുണരുന്നോ, എന്ത് ചിന്തിക്കുന്നോ, രാവിലെ തന്നെ എന്ത് സംഭവിക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു മുഴുവൻ ദിവസം ഇരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണല്ലേ. സോ നമുക്ക് നമ്മുടെ ആ പ്രഭാതം ഒന്ന് മാന്ത്രികമാക്കിയാൽ എന്താ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ എണീക്കുമ്പോൾ തന്നെ നല്ല കാര്യങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളുടെ ആ പ്രഭാതം നമുക്ക് തന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തെടുത്തൂടെ? എല്ലാ ദിവസവും മാന്ത്രിക പ്രഭാതമാക്കിയിട്ട് ആ ദിവസം മുഴുവൻ നമ്മൾ ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് തന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ? അത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒക്കെ പഴി പറഞ്ഞ് ആ ദിവസം തള്ളി നീക്കുക എന്നുള്ളതല്ലാതെ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരാളെ പഴി പറഞ്ഞിരിക്കാതെ നമുക്ക് തന്നെ നമ്മളുടെ പ്രഭാതം ഒന്ന് മാന്ത്രികത നിറഞ്ഞതാക്കാം. ആ പ്രഭാതം തന്നെ മനോഹരമായി കഴിഞ്ഞാൽ പിന്നെ ആ മണിക്കൂറുകളും മിനിറ്റും പിന്നെ ഓരോ ദിവസവും നല്ല ഹാപ്പി ആയിട്ടും മാന്ത്രിക നിറഞ്ഞതുമാക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, മാന്ത്രിക പ്രഭാതം. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത് വഴി നമുക്കിനി ആരെയും പഴി പറയേണ്ട കാര്യമില്ല. നമ്മൾ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഇനി ആരെ കണി കണ്ടോ കണി കണ്ടില്ലേ ഇനിയിപ്പോ കാല് മുട്ടിയോ എന്നുള്ളതൊന്നും ബോധേഡാവണ്ട. നമ്മുടെ ദിവസങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ അത് ആരെ കണി കണ്ടത് കൊണ്ട് മാറാനൊന്നും പോകുന്നില്ല. അപ്പൊ എന്തൊക്കെയാണ് പ്രാക്ടീസ് എന്നുള്ളത് പറയാം. ഞാൻ ഈ അടുത്തായിട്ട് ഒരു ചേച്ചിയെ പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി ഞങ്ങൾ കുറച്ച് പേരെല്ലാം കൂടെ ഒരു ഹോട്ടലിൽ കയറി യാത്ര ചെയ്യാൻ ഇടയായി. സോ ഇങ്ങനെ ആ ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നെ ഭയങ്കര ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കിടന്നുറങ്ങി. പക്ഷേ അന്നത്തെ ദിവസം എൻ്റെ മോള് മാത്രം ഉണർന്നില്ല. എന്താ അസുഖം എന്നുള്ളത് ഡോക്ടർമാർക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി ഹാർട്ടിൽ എന്തോ കുഴപ്പമാണെന്ന് തോന്നുന്നു എന്ന് സ്വയം വിലയിരുത്തുകയാണ്. ആ ഒരു സ്റ്റോറി കേൾക്കുമ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ജീവിതം എന്ന് പറയുന്നത് എത്ര വിലപിടിപ്പുള്ള ഒന്നാണ് എന്നുള്ളതാണ്. നമുക്കൊക്കെ എന്ത് ഗ്യാരണ്ടി ഉണ്ട് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുമെന്നുള്ളതിൽ? നമ്മളെല്ലാം ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. എല്ലാ പുലർച്ചകളും ദൈവം നമുക്ക് സമ്മാനിച്ചതുപോലെ നമ്മൾ കാണുന്നുണ്ട്. എത്ര പേര് എഴുന്നേറ്റ ഉടൻ നന്ദി പറയുന്നവരുണ്ട്. ഓരോ കാര്യങ്ങൾക്ക് ഒന്നും വേണ്ട, എഴുന്നേറ്റ ഉടനെ ഇന്ന് ഞാൻ ഈ ഒരു നല്ലൊരു പ്രഭാതം എനിക്ക് സമ്മാനിച്ചതിന് നന്ദി. എത്ര പേര് നമ്മുടെ ജീവിതത്തോട് കൃതജ്ഞതയോടെ ഇരിക്കുന്നുണ്ട്. എഴുന്നേറ്റ പാടെ ഫോൺ നോക്കി നോട്ടിഫിക്കേഷൻ നോക്കി കുറേ നെഗറ്റീവ് തോട്ട്സ് മൈൻഡിലേക്ക് കയറ്റി പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആ തോട്ടുമായിട്ട് പോയി കുറച്ച് പേരോട് ഷെയർ ചെയ്തു. വീണ്ടും വീണ്ടും അത് പെരുപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പിന്നെ നമ്മുടെ ലൈഫിലേക്ക് എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയെങ്കിലുമൊക്കെ പഴി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളുടെ പ്രഭാതം നമുക്ക് തന്നെ റീക്രിയേറ്റ് ചെയ്യാം. എഴുന്നേറ്റ ഉടനെ ഓരോ പ്രഭാതത്തിനും നന്ദി പറയേണ്ടവരാണ് അല്ലേ? ഈ ഒരു ഉൾക്കാഴ്ച നമുക്ക് എന്നാണ് ഇനി ഉണ്ടാവുക? അല്ലെങ്കിൽ ഇന്ന് എഴുന്നേൽക്കുന്നു, അയ്യോ ഇന്നിനി ഈ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് വേണമല്ലോ അടുത്തത് ചെയ്യാൻ, അങ്ങനെ പറയാനൊന്നുമില്ല. നമ്മൾ എഴുന്നേൽക്കുന്നതിന്റെ കൂടെ നമ്മൾ മനസ്സുകൊണ്ട് പറയുന്നു നന്ദി നന്ദി നന്ദി, ഇന്ന് എനിക്ക് ഈ ഒരു മനോഹരമായിട്ടുള്ള പ്രഭാതം സമ്മാനിച്ചതിന് നന്ദി. എഴുന്നേറ്റൊന്ന് ഇരിക്കുന്നുണ്ടല്ലോ അല്ലെ, ഓരോ ചുവടുകൾ വെക്കുമ്പോഴും പറയാ നന്ദി നന്ദി നന്ദി, ഞാൻ ഇന്ന് ഓരോ ചുവടുകളും വെക്കുന്നുണ്ട്. ജീവിതത്തിലെ ഓരോ ദിനവും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിനവും നമുക്ക് അത്രയേറെ വിലപ്പെട്ടതാണ്. ഓരോ ദിനവും നമുക്ക് തരുന്ന ദാനമാണ്. അതുപോലെ അന്ന് ലഭിച്ച നല്ലൊരു ഉറക്കത്തിന് സമാധാനമായിട്ട് ഉറങ്ങാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുള്ള ഒരു കാര്യം തന്നെയാണല്ലേ ഉറക്കം. എത്ര വലിയ പണക്കാരനോ പാവപ്പെട്ട ആളുകളോ ആരോ ആയിക്കോട്ടെ, പക്ഷെ സമാധാനമായിട്ടുള്ള ഉറക്കം ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് അനുഭവപ്പെടും. സോ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടും സമാധാനമായിട്ടും ഉറങ്ങിയില്ലേ? അതുപോലെ ഹാപ്പി ആയിട്ട് ഉണർന്നെഴുന്നേൽക്കുന്നില്ലേ? സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയാം. എനിക്ക് നല്ലൊരു ഉറക്കം സമ്മാനിച്ചതിന് നന്ദി. നമുക്ക് തലചായ്ച്ചുറങ്ങാൻ ഒരു വീടില്ലേ, ഒരു റൂമുണ്ട്, നമുക്കായിട്ടുള്ള ഒരു ബെഡ് ഉണ്ട്, നമുക്കായിട്ടുള്ളൊരു തലയാണയുണ്ട്, നമുക്കൊരു പുതപ്പുണ്ട്, ഫാൻ ഉണ്ട്. രാത്രി കാലങ്ങളിലും ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ അറിയാം എത്ര പേരാണ് വഴിയോരങ്ങളിലൊക്കെ കിടന്നുറങ്ങുന്നതെന്ന്. അതൊക്കെ ഓർത്ത് നമ്മളൊന്ന് റിയലൈസ് ചെയ്താ പിന്നെ നമ്മൾ ലൈഫിനെ കുറിച്ച് യാതൊരു പരാതിയും പറയില്ല. ഡെയിലി ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. ഓ എന്ന് പറഞ്ഞ് ഞാൻ ഇതൊക്കെ എന്നുള്ളതല്ലേ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇതിലേക്കൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും
ഒരു ദിവസം ഇങ്ങനെ ട്രൈ ചെയ്തു, 2 ദിവസം ഇങ്ങനെ ട്രൈ ചെയ്തു, ഒരു 7, 8, 9 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ അറിയാതെ നമ്മൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. അഥവാ വിഷമങ്ങളൊക്കെ വന്ന് സംഭവിച്ചൊക്കെ പോയാലും വീണ്ടും നമ്മളത് ഓവർകം ചെയ്ത് വീണ്ടും നമ്മൾ പഴയൊരു സ്റ്റേജിലേക്ക് എത്തും. ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അത് ട്രൈ ചെയ്ത് തന്നെ നോക്കണം. അതുപോലെ നമ്മൾ എഴുന്നേറ്റ ഉടൻ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ ദിനം കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലേ, അതിനെല്ലാം ഇപ്പം നമുക്ക് കുളിക്കാൻ വെള്ളം വേണ്ടേ? നല്ല വെള്ളം ഇല്ലെങ്കിലോ, വെള്ളത്തിനൊക്കെ ഒരു ബാഡ് സ്മെല്ലും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പം വെള്ളത്തിന് ക്ഷാമമൊക്കെയുള്ള സ്ഥിതിയാണെങ്കിൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടി തന്നെ. സോ നമുക്ക് ഉള്ളതിന് ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള ജലം കിട്ടുന്നുണ്ടല്ലോ കുളിക്കാനും കുടിക്കാനൊക്കെ, അതിനൊന്ന് നന്ദി പറയാം. സോപ്പുണ്ട്, തോർത്തുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, അതിന് നന്ദി പറയാം. അത് കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ആഹാ, എന്ത് സ്വാദിഷ്ടമുള്ള ഫുഡല്ലേ! ഇതെനിക്കിഷ്ടമല്ല, ഇതിന് ടേസ്റ്റ് ഇല്ല, ഇതിന് ഉപ്പില്ല, ഇതിന് മുളകില്ല. പരാതികൾ പറയാനാണെങ്കിൽ നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. വൺ ബൈ വൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നന്ദിയുള്ള കാര്യം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഇന്ന് എന്തിനാ നന്ദി പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചാല് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായി ഫീൽ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. സോ കഴിക്കുന്ന ഓരോ ഫുഡിനും നന്ദി പറയാം, ഉണ്ടാക്കി തന്ന അമ്മയ്ക്ക് നന്ദി പറയാം, കുടിക്കുന്ന ചായക്ക് നന്ദി പറയാം, ഇടുന്ന ഡ്രസ്സിന് നന്ദി പറയാം. നല്ല നല്ല വസ്ത്രങ്ങൾ ഇന്ന് നമുക്ക് സെലക്ട് ചെയ്യാനെങ്കിലും വസ്ത്രങ്ങളില്ലേ, ഇത് നാളേക്കിടാം, അടുത്ത ഫംഗ്ഷൻ ഇതിടാം, അല്ലെങ്കിൽ ഇന്ന് ഓഫീസിലേക്ക് ഇതിടാം, നാളെ അതിടാം. ഈ വസ്ത്രങ്ങളുടെ ഉണ്ടാക്കുന്നതിന് പിറകിൽ ഒരുപാട് പേരുടെ അധ്വാനം ഇല്ലേ? ഇത്ര രാജ്യങ്ങളിൽ മാറിയിട്ടായിരിക്കും അത് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. സോ എല്ലാത്തിനും നന്ദി പറയാം. ഇല്ലായ്മയിൽ നിന്ന് വന്ന് ഇതൊക്കെ ഇപ്പൊ അനുഭവിക്കുന്നവർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാം ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ജനിച്ച് ഇപ്പൊ അത് അനുഭവിക്കുന്നവർക്ക് ചിലപ്പം റിലേറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. എന്നാലും അതില്ലാത്തൊരു സാഹചര്യത്തെ കുറിച്ച് ആലോചിച്ച് നന്ദി പറയുന്നേ വേണം. നമ്മളുടെ ഇന്നത്തെ ദിവസം നമ്മൾ മാക്സിമം കാര്യങ്ങൾ കൃതജ്ഞതയുള്ളത് കണ്ടെത്തി നമ്മൾ ഉണർന്ന് എഴുന്നേക്കുന്നത് മുതൽ നമ്മളുടെ ഈ ഒരു ദൈനംദിന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓഫീസിലേക്ക് പോകുന്നത് വരെയുള്ളത്, അതാണ് നമ്മുടെ ഒരു പ്രഭാതം. സോ ആ പ്രഭാതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഓർത്തെടുത്ത് നന്ദി പറയാം. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി നന്ദി പറയാൻ ഒരിടത്തിരുന്ന് അങ്ങനെ സമയം കളഞ്ഞ് അങ്ങനെ ഇരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ കുളിക്കാൻ കയറില്ലേ, സോ കുളിക്കുമ്പോൾ സമയത്ത് നന്ദി പറയാം. കഴിക്കാനിരിക്കില്ലേ, കഴിക്കുമ്പോൾ നന്ദി പറയാം. നല്ല വസ്ത്രം ഇടില്ലേ, ആ സമയത്ത് നന്ദി പറയാം. മുടി ചീവില്ലേ, അപ്പം നന്ദി പറയാം. എല്ലാം നമ്മൾ ആ സമയത്ത് ചെയ്താൽ മതി. ഒന്നിനും അധിക സമയമൊന്നും എടുക്കുന്നില്ല, എല്ലാം ആ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്താൽ മതി. അതുകൊണ്ട് നമുക്ക് ഓവർ എഫേർട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നന്ദിയുള്ളവരായിരിക്കും, അത്ര തന്നെയുള്ളൂ. നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഓരോ ദിവസങ്ങളും അടിപൊളിയാക്കാം. ഇനി നമ്മൾ കണി കണ്ടവരെ ആരെയും കുറ്റം പറയാനും നിൽക്കില്ല. നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കും നമ്മുടെ ലൈഫ് മൂവ് ചെയ്യുന്നതെന്ന് ഓർത്താൽ മതി. സോ ഉള്ള കാര്യങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. പരാതികളൊക്കെ കുറച്ച് ഹാപ്പി ആയിട്ടുള്ള ഒരു സോൾ ആയിരിക്കാം. നന്ദി പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഓർത്തിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇതുവരെയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഇപ്പം നിങ്ങൾക്ക് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ആ വഴിയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കറക്റ്റ് പാത്താണ്. ഇനി നമ്മളത് യൂസ് ചെയ്താൽ മാത്രം മതി. നമ്മളുടെ ലൈഫിലേക്ക് കറക്റ്റായിട്ട് നമ്മളത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. അപ്പം ഞാൻ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണരുമ്പോൾ തന്നെ നമ്മൾ കണ്ണു തുറന്നു, ഓക്കെ ഇന്നത്തെ ദിവസം എനിക്ക് സമ്മാനിച്ചതിന് നന്ദി. എൻ്റെ കൈകൾക്ക് കുഴപ്പമില്ല, എൻ്റെ കണ്ണുകൾക്ക് കുഴപ്പമില്ല, കാതുകൾക്ക് കുഴപ്പമില്ല, ഞാൻ എഴുന്നേൽക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, വെക്കുന്ന ഓരോ ചുവടിനും നന്ദി. പുതിയൊരു ദിവസത്തിലേക്ക് ഉണരുന്നതിന് മുമ്പ് ഏതൊരു കാര്യം എടുത്താലും നന്ദി എന്ന മാന്ത്രിവാക്ക് പറയുക. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ കാര്യം ബ്രഷ് ചെയ്യാൻ പോകുന്നു, എനിക്കുള്ള സാധനങ്ങൾക്കെല്ലാം നന്ദി. എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, നമ്മൾ ഓഫീസിലേക്ക് പോകുന്നത് വരെ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഓർത്തെടുത്ത് നന്ദി പറയാം. അത് കഴിഞ്ഞ് കുളിക്കാൻ പോയി, അതിന് നന്ദി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നു, അങ്ങനെ ഇതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ സങ്കല്പിച്ചിട്ട് മനസ്സിൽ ഓരോന്നും നന്ദി പറയാം. എത്ര സിമ്പിൾ അല്ലേ. രാവിലത്തെ ആ ഒരു പ്രഭാതത്തിലെ കാര്യങ്ങളുണ്ടല്ലോ, അത് എന്ത് ചെയ്യുമ്പോഴും നന്ദി എന്ന് പറയാം. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഡേ 1 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി, റീസൺ എഴുതി, ഓരോ ഗ്രാറ്റിറ്റ്യൂഡും എഴുതിയതിന് എല്ലാം 10 എഴുതിയതിന് ശേഷം ഓരോ ഗ്രാറ്റിറ്റ്യൂഡും മനസ്സിൽ ഉച്ചത്തിലായിട്ട് നമ്മൾ വായിക്കുന്നു. ഓരോന്നും വായിച്ചതിന് ശേഷം കൃതജ്ഞതയോടെ നന്ദി എന്ന് പറയുന്നു. അങ്ങനെ 10 പറയാം. എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ മാന്ത്രികക്കല്ല് എടുക്കുന്നു. മാന്ത്രികക്കല്ല് ശേഷം അന്ന് സംഭവിച്ചിട്ടുള്ള കൃതജ്ഞതയുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്തിട്ട് നന്ദി എന്ന് പറയുന്നു. എന്നിട്ട് സുഖമായി കിടന്നുറങ്ങുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ ഡേ 11 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഡേ 12 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഗൈസ്, ലവ് യു ഓൾ, ബൈ.